ഹായ് ഓൾ. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് ഓൺലൈൻ വിദ്യാഭ്യാസം അത് നല്ലതാണോ അല്ല ഓഫ്ലൈൻ വിദ്യാഭ്യാസമാണോ എഡ്യൂക്കേഷൻ ആണോ നല്ലത്, അല്ലെങ്കിൽ ഏതിനാണ് എഫക്റ്റീവ്നെസ് കൂടുതൽ? ഇങ്ങനെയുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഒരുപാട് നടന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പൊ ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഈ കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. ഏതാണ് നല്ലത് അല്ലെങ്കിൽ ഏതിനാണ് എഫക്റ്റീവ്നെസ് കൂടുതൽ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. വളരെ അൺബയാസ്ഡ് ആയി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിനും രണ്ടിൻ്റെതായ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഓഫ്ലൈൻ ആകുമ്പോൾ ഒരാൾ ഒരു ടീച്ചറുടെ അടുത്ത് നേരിട്ട് കേൾക്കുന്ന ഒരു എഫക്റ്റ്, അതുപോലെ തന്നെ ആ നിലക്കുള്ള ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. എന്നാൽ ഓൺലൈനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറെ ചില കാര്യങ്ങളാണ് അതിന്റെ പോസിറ്റീവ്സ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ രണ്ടും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഓഫ്ലൈനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ആ ഒരു പോസിറ്റീവ് ഉണ്ട്. എന്നാൽ അതേ സമയത്ത് ഇപ്പൊ നമ്മളൊരു സ്കൂളിന് പുറമെ മറ്റ് ഒരു ട്യൂഷൻ അല്ലെങ്കിൽ മറ്റ് കോഴ്സ് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓഫ്ലൈൻ ആകുമ്പോൾ അതിന് ആ പഠിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ നമുക്ക് അവിടേക്ക് ട്രാവൽ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള സമയമായിരിക്കും കൂടുതലായിട്ടും പോവുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സമയനഷ്ടം, അതുപോലെ തന്നെ പലപ്പോഴും ട്യൂഷനുകളാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും പഠിക്കുക, ആ നിലക്ക് ഒരുപാട് തരത്തിൽ അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് എഫക്ട്സ് അതിനുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. എന്നാൽ അതേ സമയത്ത് ഓൺലൈൻ ആകുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ ഒരു നേരിട്ട് കേൾക്കുക എന്നുള്ള ഒരു പ്രശ്നം അവിടെ ആ കാര്യം അവിടെ നടക്കുന്നില്ല. എന്നാൽ അതേ സമയത്ത് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ സമയനഷ്ടം എന്നുള്ളത് ഒരിക്കലും ഓൺലൈനിൽ ഉണ്ടാവില്ല. കാരണം വളരെ ക്രിസ്പായ കണ്ടന്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. നല്ല രൂപത്തിൽ അത് ഡെലിവറി ആണെങ്കിൽ കേട്ടോ. അപ്പോൾ ആ നിലക്ക് അത് കൊടുക്കാൻ സാധിക്കും. അത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കും. അതൊക്കെ നമ്മുടെ XandY ലേണിംഗിലൊക്കെ നമ്മൾ അത് വളരെയധികം കുട്ടികൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് സമയം ലാഭിക്കാൻ സാധിച്ചു പഠനത്തിന്റെ വിഷയത്തിൽ എന്നുള്ളത്. അപ്പൊ ആ നിലക്ക് ഒരുപാട് പോസിറ്റീവ് എഫക്ട്സ് അതിനുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഓഫ്ലൈനിൽ പലപ്പോഴും നമ്മൾ കാണാൻ സാധിക്കുന്നത് ഒരു ട്രഡീഷണൽ ആയ ഒരു രൂപമാണ്. അതല്ലാത്ത ഓഫ്ലൈൻ സെന്റേഴ്സും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. പക്ഷെ ഓൺലൈനിൽ കുറച്ചുകൂടി നമുക്ക് ഇന്ററാക്റ്റീവായി കുട്ടികൾക്ക് തന്നെ അവരുടെ സ്ക്രീനിൽ കാര്യങ്ങൾ ചെയ്തു നോക്കി ഇന്ററാക്റ്റീവ് സിമുലേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാഗ്നറ്റിന്റെ എഫക്റ്റ് എന്താണെന്ന് പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് പഠിക്കുന്നു. അതിങ്ങനെ വായുവിൽ ഇങ്ങനെ കേൾക്കുക എന്നുള്ളതിനപ്പുറത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡയഗ്രാം വരച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതിനപ്പുറത്ത്, അത് നേരിട്ടൊരു മാഗ്നറ്റ് അത് വരുത്തുകയും അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് പോൾസ് തമ്മിൽ, അല്ലെങ്കിൽ നോർത്ത് പോൾ സൗത്ത് പോൾ അത് തമ്മിൽ റിപ്പൽ ചെയ്യുന്നത് എങ്ങനെ, അതിൽ ഫീൽഡ് ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ളതൊക്കെ നേരിട്ട് കണ്ടു പഠിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അവർ ചെയ്തു പഠിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആവും അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള സിമുലേഷൻസ് ഒക്കെ ഉപയോഗപ്പെടുത്താം. ഓൺലൈനിൽ അങ്ങനെയുള്ള അനന്തമായ സാധ്യതകളുണ്ട്. അതൊക്കെ ഉപയോഗിക്കപ്പെടണം എന്ന് മാത്രം കേട്ടോ. എല്ലാവരും അത് ഉപയോഗിക്കുന്നില്ല. ചില ആളുകളൊക്കെ ഓൺലൈനിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നൊരു ചിത്രമുണ്ട്. പണ്ട് ആ ഒരു കൊറോണ കാലത്ത് സൂമും ഓണാക്കി വെച്ചിട്ട് കുട്ടികൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും അല്ലെങ്കിൽ കളിക്കുന്നുണ്ടാവും. ആ ഒരു 40 മിനിറ്റ്, 1 മണിക്കൂർ, 1.5 മണിക്കൂറുള്ള ആ ഒരു ക്ലാസിന്റെ ഒരു ഓർമ്മ ഉണ്ടല്ലോ. അതല്ല യഥാർത്ഥത്തിലുള്ള ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓൺലൈൻ എഡ്യൂക്കേഷന് അതിൻ്റെതായ ഒരുപാട് ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട്, അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വലിയൊരു മേഖല തന്നെയാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ പറഞ്ഞു രണ്ടിനും രണ്ടിൻ്റെതായ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്ട്സ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും ഓൺലൈനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ നേരിട്ട് അത് മോണിറ്റർ ചെയ്യാൻ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് പലപ്പോഴും സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൽ ഏത് പ്രിഫർ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഞാൻ ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയാം. പക്ഷേ കണ്ടീഷൻസ് അപ്ലൈ അല്ലെ, ഒരു ചെറിയൊരു സ്റ്റാർ ഇട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഓൺലൈൻ എഡ്യൂക്കേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല പ്രൊവൈഡഡ് മെന്റർഷിപ്പ് ഇല്ലാതെ. മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം വളരെ എഫക്റ്റീവായി ഇല്ലാത്ത ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്നാണ് എനിക്ക് വളരെ കൃത്യമായി കൊണ്ട് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഒരു ഹൈസ്കൂൾ അല്ലെങ്കിൽ അതിന് താഴെയോ അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറിക്ക് താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു മെന്റർഷിപ്പ് സംവിധാനം കൃത്യമായി ഇല്ലാത്ത ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റം അവരെ സംബന്ധിച്ചിടത്തോളം എഫക്റ്റീവ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, നമുക്ക് ഒരു +1 +2 അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു മേഖലയാണെങ്കിൽ, നിങ്ങൾ വല്ല PSC അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തിന് നിങ്ങൾ പഠിക്കണമെന്നും, നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളത് സെൽഫ് മോട്ടിവേറ്റഡ് ആയി നിങ്ങൾ ക്ലാസ്സുകൾ ഫോളോ ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ
ആ നിലക്കുള്ള കോച്ചിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ബെറ്റർ തന്നെയാണ്. പക്ഷേ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അല്ലെ, ഉള്ള കുട്ടികൾ ഉണ്ടാവാം, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓൺലൈൻ എഡ്യൂക്കേഷന് പോകുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷെ എല്ലാവർക്കും അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. എല്ലാ കുട്ടികൾക്കും അവരെന്തിനു പഠിക്കുന്നു, പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എന്തിന് ഞാൻ ഫോളോ ചെയ്യണം എന്ന കാര്യം കൃത്യമായി അറിയണ്ടാവില്ല. അപ്പോൾ അവർക്ക് നമ്മൾ ജസ്റ്റ് ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്ത് കൊടുത്ത് ഇതിലൊക്കെ ക്ലാസ്സുകൾ വരുന്നുണ്ട്, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് അവരോട് കാണാൻ പറഞ്ഞാൽ അത് എത്ര ദിവസം കാണും, എത്ര കാലം കാണും എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അവിടെ കൃത്യമായി കൊണ്ടൊരു മെന്റർഷിപ്പ് സംവിധാനം, അതായത് ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ എൻറോൾ ചെയ്യുക, ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ദിവസവും ക്ലാസ്സുകൾ കാണുന്നുണ്ടോ, എവിടെയെങ്കിലും സ്കിപ്പ് ചെയ്യുന്നുണ്ടോ, എവിടെയെങ്കിലും ഉഴപ്പുന്നുണ്ടോ, ഇതൊക്കെ കൃത്യമായി നോക്കി മോണിറ്റർ ചെയ്ത് അനലൈസ് ചെയ്ത് ആ കുട്ടിയെ നിരന്തരമായി ഫോളോ ചെയ്യാൻ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്ന ഒരു സംവിധാനം നിർബന്ധമാണ് എന്ന് ഞാൻ പറയും. കാരണം അല്ലാത്ത കുട്ടികൾ, സെൽഫ് മോട്ടിവേറ്റഡ് ആയി നല്ല രൂപത്തിൽ പോകുന്ന കുട്ടികൾ വളരെ വിരളമായിരിക്കും. അതല്ലാത്ത കുട്ടികളെ സംബന്ധിച്ച് എത്ര നല്ല ബ്രൈറ്റ് സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ഒരു ചെറിയൊരു മോട്ടിവേഷൻ, അവർക്ക് ആ ഒരു ഫോളോ അപ്പ് നിർബന്ധമാണ്. അപ്പൊ അത്തരം ഒരു സംവിധാനം നമുക്ക് നിർബന്ധമാണ്. കൃത്യമായി അത് ഫോളോ ചെയ്യാൻ, ക്ലാസ്സുകൾ കണ്ടില്ലെങ്കിൽ എന്തുകൊണ്ട് കണ്ടില്ല, കാണണം കേട്ടോ എന്നൊക്കെ പറയാൻ ഒരാൾ. അതുപോലെ തന്നെ ഇനി ഇൻ കേസ് കൂടുതൽ അത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അത് പാരന്റ്സിന് ഇൻഫോം ചെയ്ത് ഒരു 3 ദിവസമായി കുട്ടി ക്ലാസ് കണ്ടിട്ടില്ല, ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ എന്ന് പാരന്റ്സിനെ വിളിച്ചു പറയാൻ, ആ നിലക്ക് അവരെ നിരന്തരം മോണിറ്റർ ചെയ്യാൻ ഒരു വ്യക്തി, ഒരു മെന്റർ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ പ്രത്യേകിച്ചും ഒരു ഹൈസ്കൂൾ അതിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധമാണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതില്ലാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ വഴിക്ക് പോകും, ഈ ക്ലാസ്സുകളൊക്കെ അതിൻ്റെതായ വഴിക്കും പോകും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. നിങ്ങൾ ഏത് ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഇത്തരം ഒരു സംവിധാനം ഉണ്ടോ എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ചറിഞ്ഞ്, അതെങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മെന്റർഷിപ്പ് സംവിധാനം ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ആ മെന്റർഷിപ്പ് സംവിധാനം എന്തായിരിക്കും, എല്ലാ ക്ലാസ്സിന്റെയും ലിങ്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക എന്ന ഒരു രൂപത്തിനൊക്കെ മെന്റർഷിപ്പ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരിക്കലും ആ രൂപത്തിലല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. കൃത്യമായി അത് ഒരു 1-to-1 ഫീൽ കിട്ടുന്ന രൂപത്തിൽ തന്നെ കുട്ടിക്കറിയണം, ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ, ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, എൻ്റെ എക്സാമിൽ മാർക്ക് കുറഞ്ഞാൽ എന്നോട് ചോദിക്കാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ ഒരാളുണ്ട് എന്ന് നേരിട്ട് ഒരു വ്യക്തി, ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതില്ല എങ്കിൽ സ്വാഭാവികമായും കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ അതിൽ നിന്നും ഡിസ്ട്രാക്റ്റഡ് ആയി പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളാകുമ്പോൾ അതിനെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, നമ്മൾ അതിനുള്ള സിസ്റ്റം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ നല്ല കാര്യമാണ്. ഒരുപാട് തരത്തിലുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. വളരെ ചെറിയ സമയത്തിൽ കുട്ടികളുടെ സമയം വെറുതെ കളയാതെ ഒരുപാട് തരത്തിൽ അവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ പല കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഏത് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരെ കൃത്യമായി ഫോളോ ചെയ്യാൻ ഒരു പേഴ്സണൽ മെന്റർ ഇല്ലാത്ത ഒരു സംവിധാനത്തിൽ പോയാൽ അതിന് വലിയ രൂപത്തിലുള്ള അവർ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഒരു സംവിധാനമുള്ള ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളിലേക്ക് പോകാനും അത് തിരഞ്ഞെടുക്കുവാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ആ നിലക്ക് ഒരു ആൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ എഡ്യൂക്കേഷൻ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ മടങ്ങ് അത് ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഞങ്ങളുടെയൊക്കെ അനുഭവം അതാണ്. പലപ്പോഴും വളരെ ഉഴപ്പി, അല്ലെങ്കിൽ പാരൻസിന് പലപ്പോഴും ഈ പറഞ്ഞ പോലെ വർക്കിംഗ് പാരൻസും കൂടി ആണെങ്കിൽ അവരുടെ മക്കളെ, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ കൂടുതൽ നോക്കുക, അത് നിരന്തരമായി ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് പാരൻസിന് പലപ്പോഴും ഈ ഇന്നത്തെ അവസരത്തിൽ കൂടുതൽ സാധിക്കാത്തൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൂടി നികത്തുന്ന ഒരു രീതിയിൽ പാരൻസിന് അവരുടെ കുട്ടികളെ നോക്കാൻ സമയമില്ലാത്ത ആ ഒരു പ്രശ്നം കൂടി നികത്തുന്ന രൂപത്തിൽ കുട്ടികളെ ഫോളോ ചെയ്യാൻ ഒരാളുണ്ടാവുക, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരെ നോക്കിക്കോളും എന്ന ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മുടെ അനുഭവത്തിലുണ്ട്. അപ്പോൾ അത്തരം ഒരു സിസ്റ്റം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നമ്മൾ ഏത് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോഴും, പ്രത്യേകിച്ചും ഹൈസ്കൂൾ അല്ലെങ്കിൽ അതിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത്തരം ഒരു സിസ്റ്റം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു കാര്യമാണ്.